ഒരു പാൻ ഗ്രിൽ ചിക്കനാണ് ഞാനിതിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് നോർമൽ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലെമൺ. ഇതിൽ ഉപ്പ് കുറച്ച് നമുക്ക് കൂടുതൽ വേണം, കാരണം നമ്മൾ ഫുൾ ചിക്കനാണല്ലോ എടുക്കുന്നത്, അപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ വേണം. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി കുറച്ച് ഒലിവ് വെള്ളം തീരെ ഒഴിക്കണ്ട, കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. പിന്നെ അതിനുശേഷം ഞാൻ ഇതിലെടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറയുന്നത് സ്കിന്നുള്ള ചിക്കനാണ്. കാരണം നമ്മളിത് ഗ്രില്ല് ചെയ്യുമ്പോൾ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചിക്കൻ്റെ സ്കിന്നിലുള്ള ഫാറ്റ് വെച്ചിട്ടാണ് ഈ ഫുൾ ചിക്കൻ ഗ്രില്ലാവുന്നത്. നമ്മൾ തീരെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ ഒന്നില്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ എന്ത് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. മസാല നല്ല ഉള്ളിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേണമെങ്കിൽ വരഞ്ഞു കൊടുക്കാം, അങ്ങനെയാലും കുഴപ്പമില്ല. എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അതിനുശേഷം ബാക്കി നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന എല്ലാ മസാലയും ഇതിലിട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാനിത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഗ്രില്ല് ചെയ്തെടുത്തത്. കാരണം നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ആ മസാല നന്നായിട്ട് അതിലിറങ്ങും, അപ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ കൂടുതലുണ്ടാവും. ചിക്കൻ്റെ ഉള്ളിലും ഞാൻ മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെന്നുണ്ടെങ്കിൽ ഈ സെയിം ഗ്രേവിയിൽ മുക്കിയിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം, എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി അതിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം നമുക്കിപ്പോൾ രാത്രിയാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തു. പാൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ ഒരു ബേസ് നല്ല കട്ടിയുള്ള പാത്രം വയ്ക്കുക, കാരണം നമുക്ക് കുറച്ച് നേരം കുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ബേസ് കട്ടിയുള്ള ഒരു പാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒണിയനും പൊട്ടറ്റും ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, ചിക്കൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ പുറത്ത് വിടുന്നുണ്ട്. ഈ ഒണിയനൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 75% കുക്കായതിനു ശേഷം വെച്ചാൽ മതി, കാരണം അത് നന്നായി മെൽട്ടായി പോവും. അപ്പോൾ ഞാൻ പക്ഷേ ആദ്യമേ വെച്ചു. അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ആ ലാസ്റ്റിലേക്ക് ആകുമ്പോൾ വെച്ചാലും മതി കേട്ടോ. അതിനുശേഷം ഇത് അടച്ചു വയ്ക്കുക. ഇത് അടച്ചു വയ്ക്കുമ്പോൾ തീരെ വെള്ളം ഒന്നും ഒഴിക്കണ്ട. ആദ്യത്തെ കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കും. അപ്പോൾ നോർമലി ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കുറേ നേരം അങ്ങനെ തന്നെ കുക്കാവും. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ തുറന്ന് വെച്ച് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ തുറന്നപ്പോൾ ഏകദേശം ഒരു സൈഡ് കുറച്ച് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡിലൊക്കെ കാണാം ഇത് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും അതിൻ്റെ ഫാറ്റും മാത്രമാണ്, വേറെ നമ്മളൊന്നും ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സൈഡ് നല്ലപോലെ ഗ്രില്ലായിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുത്ത ഉള്ളിയും അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ലപോലെ അതിൻ്റെ മസാലയൊക്കെ അതിലേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൈഡ് നോക്കിയപ്പോൾ ചിക്കൻ നന്നായിട്ട് ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്, കണ്ടോ. അപ്പം ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കുന്നത് ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് സൺഫ്ലവർ ഓയിലുണ്ട്, വെളുത്തുള്ളി, പിന്നെ ചെറുനാരങ്ങ നീര്, ഉപ്പ്, പൊട്ടറ്റോ, പിന്നെ തൈര്, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കുക്കറിൽ ഒരു മീഡിയം സൈസിലൊരു പൊട്ടറ്റോ ആണ് എടുത്തത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. നല്ലപോലെ ഉടച്ചെടുക്കണമെന്നില്ല, കാരണം നമ്മൾ എന്തായാലും മിക്സിയിൽ അത് വീണ്ടും ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. തൈര് ഇതിലെടുത്തിരിക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ലെമൺ വേറെ ഇടുന്നുണ്ട്. അപ്പോൾ ലെമൺ ഇപ്പോൾ കുറേ നല്ല പുളി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി ലെമണിൻ്റെ നീര് കൂടുതൽ ഒഴിച്ചാൽ മതി. പിന്നെ ഞാനിതിലെടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ വേറെ ഓയിലൊക്കെ എടുത്താൽ പിന്നെ വേറൊരു ടേസ്റ്റാവും. പ്രത്യേകിച്ച് വെളിച്ചെണ്ണയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റേ ആവില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ നമുക്കിതിൻ്റെ ഗാർലിക് പേസ്റ്റിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ ഗാർലിക് പേസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് ഇത് ഒന്നില്ലെങ്കിൽ കുബൂസോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർവ് ചെയ്യാം.